ഇപ്പോൾ കാസ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അതേപോലെ മറ്റ് ക്രൈസ്തവ സംഘടനകളായി കഴിഞ്ഞാലും ഹൈന്ദവ സംഘടനകളായി കഴിഞ്ഞാലും മറ്റ് മതസംഘടനകളായി കഴിഞ്ഞാലും അവർ കൃത്യമായ ഒരു ജാഗ്രത ഈ ഒരു വിഷയത്തിൽ വെച്ച് പുലർത്തേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മാതാപിതാക്കളെയും പെൺകുട്ടികളെയും പരമാവധി ബോധവൽക്കരിക്കുക, ഇത്തരം ആൾക്കാരുടെ ചതികൾ എന്താണെന്നുള്ളതും ഇവരുടെ ഇരട്ടത്താപ്പുകൾ എന്താണെന്നുള്ളതും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. കാര്യം എത്രയൊക്കെ മുസ്ലിം വിരോധമെന്ന് പറഞ്ഞ് ഇവർ നമ്മളെ വായർപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മളത് പൂർവാധികം ശക്തിയായി അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങുക തന്നെയാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചുകൊള്ളട്ടെ. പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ഡേറ്റ എവിടെ. ഇവരുദ്ദേശിക്കുന്നത് എന്താണ്? ഇവർ ഒരു പാരൽ കോടതികളെ പോലെ ഇവരുടെ മുന്നിൽ കൊണ്ടുവന്ന് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ കൊണ്ടുവന്നിരുന്നു. 1000 ബിന്ദു സമ്പത്തോ 1000 അശോകനോ വരുന്നത് പോലെ എല്ലാ മാതാപിതാക്കളും അവരത് മറക്കാൻ ശ്രമിക്കുന്നതാണ്, പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരിക്കൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ലൗകികാത കേസുകളെ കുറിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ പോലും 1 വർഷം കഴിയുമ്പോൾ വീണ്ടും അവരെ മറ്റൊരു ചാനലിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടാൽ പോലും ആ പെൺകുട്ടികൾ അത് വീണ്ടും അത് ഓർക്കാൻ ശ്രമിക്കുന്നില്ല. വീണ്ടും അത് തന്റെ കാര്യം തന്റെ വീട്ടുകാർക്ക് ഉൾപ്പെടെ നാണക്കേടുണ്ടാകുന്നതുകൊണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവർ പിൻവാങ്ങുകയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരം ആൾക്കാരെ ഒന്നും എത്തിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണം. കാര്യം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 കേസ് മാത്രമാണ് ഇതുപോലെ പുറത്തു വരുന്നത്. അതുപോലെ 10 കേസ് മാത്രമാണ് തന്റെ മകളെ നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. പക്ഷെ 9 കേസുകളും അവിടെ പരാതി ചെല്ലുന്നില്ല. പക്ഷെ എന്താണ് പരാതി കൊടുക്കുന്നത്? എന്റെ മകളെ കാണാനില്ല എന്നുള്ള പരാതിയാണ് അവിടെ കൊടുക്കുന്നത്, അല്ലെ? അവിടെ ഏത് ഇതിനാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? മാൻ മിസ്സിങ്ങിനാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ ആ പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞ് ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി അവിടെ തീർപ്പാക്കുന്നത് മാൻ മിസ്സിംഗ് കേസാണ്. ഈ ഡേറ്റ മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ കയ്യിൽ, അല്ലാതെ അവിടെ കൺവേർഷന്റെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ഹോബിയസ് കോർപ്പസ് ഹർജി ചെല്ലുമ്പോഴും അവിടെ പെൺകുട്ടിയെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പറയുന്നത്. അതും അവിടെ മാൻ മിസ്സിംഗ് ആണ്. നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ശ്രീ അർവി ബാബു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് മുന്നിലേക്ക് എത്തിയ വാർത്തകൾ മാത്രമാണ്. കാരണം ഒരുപക്ഷെ അതിനേക്കാൾ അധികം ഒത്തുതീർപ്പാക്കിയത് അല്ലെങ്കിൽ ഒതുക്കി തീർത്തത് അല്ലെങ്കിൽ ആരും അറിയാതെ പോയ ഒരുപാട് കേസുകൾ ഉണ്ടാകും. കാരണം ആസൂത്രിതമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ ആസൂത്രിതമായ നീക്കത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യില്ല, സർക്കാർ സംവിധാനങ്ങൾ ഒന്നും ചെയ്യില്ല എന്നത് വാസ്തവമാണ്. അവിടെ എത്രത്തോളം പൊതുസമൂഹത്തിന്റെ ഒരു ഇടപെടൽ ജാഗ്രത വേണം? അല്ല, തീർച്ചയായും പൊതുസമൂഹം ഈ വിഷയത്തിൽ ജാഗരൂകരാകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന് വേണം. ഏത് തരത്തിലാണ് നമ്മുടെ പെൺകുട്ടികളെ സ്വാധീനിക്കുന്നത്, വലയിലാക്കുന്നത്, അവരുടെ കൗമാരപ്രായത്തിലെ അവരുടെ ചാബല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇത്തരം സംഘടനകളോ അല്ലെങ്കിൽ മതവിഭാഗങ്ങളോ തങ്ങളുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ യുവതലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഈ കേസ് തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച KT ശങ്കരൻ്റെ വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം മതം മാറ്റങ്ങൾ നിയമം മൂലം നിരോധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിൽ മതപരിവർത്തനം, ഇത്തരം മതം മാറ്റങ്ങൾ നടത്തുന്നത് നിയമം മൂലം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡയറക്ഷൻ ജസ്റ്റിസ് KT ശങ്കരൻ്റെ കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മതം മാറ്റുമ്പോൾ അതിന് പാലിക്കേണ്ട കുറേ പ്രൊസീജിയറുകൾ വരും. അപ്പോൾ അത് പൊതുസമൂഹം അറിയും, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ മതം മാറ്റങ്ങൾ അങ്ങനെ അതെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ലൗകികതയിലൂടെ നിർബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ മതം മാറ്റുന്ന പൊതുസമൂഹത്തിൻ്റെ മോണിറ്ററിങ്ങിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മോണിറ്ററിങ്ങിന് വിധേയമാവണം. അപ്പോൾ അതിന് വേണം, അതിന് കർശനമായ നിയമം വേണം. ആ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു വഴി എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശക്തമായിട്ടെടുത്ത നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഭാവിയിൽ ഈ നമ്മുടെ പെൺകുട്ടികൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ സാഹചര്യം ഒരുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കണം.